ഹായ് മക്കളെ, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എക്സാമുകൾ എഴുതിയിട്ടാണോ, അതോ വീണ്ടും തിയറി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടാണോ? എങ്ങനെയാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിയുള്ള സമയം ഭയങ്കര ക്രൂഷ്യലാണെന്ന് നമുക്കറിയാം. ഈ സമയം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ നീറ്റ് 2026 സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്, അതേസമയം താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതും ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാം സീരീസ് എഴുതുകയാണെങ്കിൽ അത് അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അതും ആ ക്വസ്റ്റ്യൻസ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീമിൽ നിന്നുണ്ടാവുന്നതാണെങ്കിലോ, സോ തീർച്ചയായിട്ടും 2026 നീറ്റിൽ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അല്ലേ. സോ അത്തരം ഒരു എക്സാം സീരീസുമായി സൈലം നിങ്ങൾക്ക് അടുത്തേക്ക് വരികയാണ്. സൈലം ടെസ്റ്റ് സീരീസ് അഥവാ XTS ഓൺലൈൻ എക്സാമുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ എക്സാം കാരണം പോയി കിട്ടിയെന്നുള്ള പരാതികളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ആ ഒരു എക്സാം എഴുതുന്ന സമയം മാത്രം അതിനുവേണ്ടി മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. സോ മൊത്തം ഒരു 45+ എക്സാമുകളാണ് നിങ്ങളെ സൈലം ടെസ്റ്റ് സീരീസിൽ കാത്തിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ എക്സാമുകളുണ്ട്, ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, GIBകൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലുകളുണ്ട്, അതുപോലെ തന്നെ പ്രീ മോക്ക് എക്സാമുകളുണ്ട്. അപ്പോൾ അതിൽ 16 ഫുൾ മോക്ക് എക്സാമുകളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 16 ഫുൾ ചാപ്റ്റർ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന എക്സാമുകളാണ്. ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ സൊല്യൂഷൻസ് അവൈലബിൾ ആയിരിക്കും. റിട്ടേൺ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ PDF ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് തെറ്റിപ്പോയത്, എവിടേക്കാണ് നിങ്ങൾ ശരിയാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാം കഴിഞ്ഞ് 6 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എക്സാമുകൾ നമ്മളെ സഹായിക്കും. ഏകദേശം 8,000ഓളം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു XTS എക്സാം അല്ലെങ്കിൽ സൈലം ടെസ്റ്റ് സീരീസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്നത്. 8,000+ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നിസ്സാര കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ ഇത് സൈലത്തിന് ആൾറെഡി ഏതെങ്കിലും ഒരു കോഴ്സിൽ പഠിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ, അതായത് സൂപ്പർ കിങ്സ് നീറ്റിലോ അല്ലെങ്കിൽ ധീര നീറ്റിലോ ഫീനിക്സ് നീറ്റിലോ ഫാസ്റ്റ് ട്രാക്ക് നീറ്റിലോ XPL നീറ്റിലോ ഒക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ ഒരു സൈലം ടെസ്റ്റ് സീരീസ്. അപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഒന്നുമുള്ള ഒരാളല്ല, നിങ്ങളൊരു നോൺ സൈലമീൻ ആണെങ്കിൽ നിങ്ങൾക്കും എഴുതാനുള്ള അവസരമുണ്ട്. XTS എക്സാം സീരീസ് വെറും 1,999 റുപ്പീസ് നിങ്ങൾ ഇൻക്ലൂഡിങ് GST പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും 45+ എക്സാംസ് ഉള്ള 16 ഫുൾ മോക്ക് എക്സാംസ് ഉള്ള 8,000+ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റുന്ന സൈലം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നീറ്റ് എക്സാം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സൈലം ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ മറക്കണ്ട, എക്സാമുകൾ നിങ്ങളുടെ നീറ്റ് സ്കോർ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറുകളിൽ ഒന്നാണ്.